ഗുഡ് മോർണിംഗ്. ഇന്നലെ US മാർക്കറ്റ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നാസ്ഡാക്ക് 223 പോയിന്റും S&P 35 പോയിന്റും നെഗറ്റീവായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് ഡൗ ജോൺസ് ഫ്യൂച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 80 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. യൂറോപ്യൻ മാർക്കറ്റും ഇന്നലെ നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 10 പോയിന്റ് നെഗറ്റീവായിട്ടാണ്. ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. ക്രൂഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെൻഡ് ക്രൂഡ് ഏകദേശം $111 മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ക്രൂഡ് ഓയിലും $100 മുകളിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടിയാലും CPR താഴേക്കാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. എങ്കിലും കൃത്യമായിട്ട് നമുക്ക് ലെവൽസ് നോക്കിയിട്ട് തന്നെ ട്രേഡ് ചെയ്യണം. ഇപ്പോഴും US ഇറാൻ യുദ്ധത്തിൽ ഒരു പരിഹാരവും കണ്ടെത്താത്ത സാഹചര്യത്തിൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഇന്ന് നിഫ്റ്റിയിൽ മെയിനായിട്ട് നോക്കേണ്ട ലെവൽസ് എന്ന് പറയുന്നത് മുകളിലോട്ട് 24,093 ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ മന്ത്ലി എക്സ്പയറി ആയിരുന്നു. മന്ത്ലി എക്സ്പയറിക്ക് നിഫ്റ്റി നല്ല വോളട്ടൈൽ ആയിരുന്നു. എങ്കിലും 24,000 തന്നെയാണ് മാർക്കറ്റിന്റെ സ്ട്രോങ് സപ്പോർട്ടും റെസിസ്റ്റൻസും. ഓപ്പൺ ഇൻട്രസ്റ്റ് അടക്കം 24,000 തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് 24,000 സെല്ലേഴ്സും ബയേഴ്സും കൂടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. എവിടെ നിന്നാണോ ഏത് സൈഡിലോട്ടാണോ നിഫ്റ്റിക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുക അങ്ങോട്ടുള്ളൊരു മൂവ്മെന്റ് വരും ദിവസങ്ങളിൽ കാണാൻ പറ്റും. മിക്കവാറും ഡൗൺ സൈഡ് തന്നെയായിരിക്കും. നമ്മൾ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു റിട്രേസ്മെന്റിന് താഴോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും 24,093 മെയിൻ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും. അതായത് 24,000 നിന്ന് ബയേഴ്സ് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയാലും 24,100 സ്ട്രോങ് സെല്ലേഴ്സ് ഉണ്ട്. 24,093 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എൻട്രി നോക്കാം. 24,093 മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ 24,111 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. 24,111 ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ 15 മിനിറ്റ് ക്ലോസിംഗ് ആണ് മുകളിലോട്ട്. 15 മിനിറ്റ് ക്ലോസിംഗ് 24,211 മുകളിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,309 വരയ്ക്കും മുകളിലോട്ട് കയറി പോകും. താഴോട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് 23,971 23,971 കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ 2 ദിവസം സ്ട്രോങ് സപ്പോർട്ട് ഏരിയ കിട്ടിയ ഏരിയ ആണ്. 23,971 23,971 താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ 23,890 വരെയും അതിന്റെ താഴെ 23,825 വരയ്ക്കും പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതെല്ലാം കൃത്യമായിട്ട് 15 മിനിറ്റിന്റെ ബ്രേക്ക് ഔട്ട് ആണ് പറയുന്നത്. നമുക്ക് ഇൻട്രാഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPR വരുന്നത് 24,020 മുതൽ 24,069 വരേക്കാണ്. മിക്കവാറും CPR-നുള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. CPR-ന്റെ മുകളിൽ ആദ്യത്തെ 5 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. മുകളിലോട്ട് പോയാൽ 24,120 143 ആദ്യത്തെ പിവറ്റ് സോൺ വരുന്നത്. CPR ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ മാത്രം. അല്ലെങ്കിൽ CPR-നകത്തോ താഴെയോ 5 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 23,926 909 ലെവലിലോട്ടും പിന്നെ താഴെ വരുന്നത് 23,800